നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ MAT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന തേർഡ് സെമസ്റ്റർ 2019 സിലബസ് സ്റ്റുഡൻസ് പഠിക്കുന്ന പേപ്പറിന്റെ മൊഡ്യൂൾ 4 കോംപ്ലക്സ് വാരിയബിൾസ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആ മൊഡ്യൂളിലെ കോഷീസ് ഇന്റഗ്രൽ തിയറം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2022 ഡിസംബറിലെയും 2021 ഡിസംബറിലെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് 7 മാർക്കിന്റെ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ C 2z plus 3 by z square dz where C is a circle mod z minus I equal to 2 counter clockwise. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ആ ഡിനോമിനേറ്ററിൽ കാണുന്ന z സ്ക്വയർ ഈക്വൽ ടു 0 കൊടുക്കുക. സിംഗുലാരിറ്റി ഇൻസൈഡ് C ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ z സ്ക്വയർ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിന്റെ വാല്യൂ എന്ത് വരും? z ഈക്വൽ ടു 0 എന്ന് വരും. നമ്മുടെ സർക്കിൾ C എന്ന് പറയുന്ന സർക്കിൾ മോഡ് z മൈനസ് I ഈക്വൽ ടു 2 ആണ്. അവിടെ നമ്മൾ z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 മൈനസ് ഐയുടെ മോഡുലസ് മൈനസ് ഐയുടെ മോഡുലസ് ആണ്, അത് 1 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 2 എന്ന് വരും. അപ്പൊ ഈ ഒരു പോയിന്റ് ഇൻസൈഡ് C ആണ് അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് ഇൻസൈഡ് C ആയതുകൊണ്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ z സ്ക്വയർ എന്ന് പറയുന്നത് z ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ സിംഗുലാരിറ്റി ആണ്. ഇറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 2 നമ്മൾ പറയും അല്ലെ, പോൾ ഓഫ് ഓർഡർ 2. അപ്പോ ഡെറിവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യണം. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്. ആ ഫോർമുല ഒക്കെ എഴുതി വെക്കുക, അതിനൊക്കെ മാർക്ക് ഉണ്ട്. ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C f of z divided by z minus z naught dz equal to dz all raised to n plus 1. ഡെറിവേറ്റീവ്സ് വരുമ്പോൾ ഇവിടെ പവർ വരും, ഡിനോമിനേറ്ററിൽ എക്സ്പ്രഷൻ പവർ വരും. all raised to n plus 1 is 2 pi I by n factorial f raised to n of z naught, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് f at z naught. ഇതാണ് ഫോർമുല. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എഴുതുന്ന സാധനത്തിനൊക്കെ മാർക്ക് ഞാൻ പറയാം. ഇതിന് ഒരു മാർക്കാണ്. ഈ z ഈക്വൽ ടു 0 എഴുതുന്നതിന് ഒരു മാർക്കാണ്. ഇൻസൈഡ് C എന്ന് പറയുന്നതിന് ഒരു മാർക്കാണ്. ഈ ഡെറിവേറ്റീവ് ഫോർമുല എഴുതുന്നതിന് 2 മാർക്കാണ്. ഓക്കെ, 3 മാർക്കായോ? ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്താണെന്ന് നോക്കുക. എഫ് ഓഫ് സെഡ്, ഇവിടെ എഫ് ഓഫ് സെഡ് എന്താ? ന്യൂമറേറ്ററിൽ കാണുന്ന ഫംഗ്ഷൻ ആണ്, സിംഗുലാരിറ്റി അല്ലാത്ത ബാക്കി വരുന്ന ഫംഗ്ഷൻ. അത് 2z plus 3i അല്ലെങ്കിൽ 2z plus 3 ആണ്. ഈസ് അനലിറ്റിക് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അനലിറ്റിക് ഇൻ C. ഇങ്ങനെ ഈ ലൈൻ എഴുതുന്നതിനും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര മാർക്കായി? 4 മാർക്കായി. ഇനി 3 മാർക്കാണ് ഇന്റഗ്രേഷൻ ഉള്ളൂ, ആ പ്രോസസ്സിന്, ബാലൻസ് പ്രോസസ്സിനുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പൊ യൂസിങ് ദിസ് ഫോർമുല നമുക്ക് എന്ത് എഴുതാം? ക്ലോസ് ഇന്റഗ്രൽ ഓവർ C 2z plus 3 by z square dz is 2 pi I divided by, ഇത് n എന്ന് പറയുന്നത് n plus 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, 1 ഫാക്ടോറിയൽ f dash of z naught. z naught എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 0 ആണ്, ശരിയല്ലേ? ഇനി ആ f of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. 2z plus 3 ആണ് f of z. f dash of z എന്താ വരിക നോക്കിയേ? 2z ന്റെ ഡെറിവേറ്റീവ് 2 അല്ലെ, z ന്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. അപ്പൊ f dash of 0 എന്ന് കൊടുത്താലും എന്ത് തന്നെയാണ് കിട്ടുക? 2 തന്നെയാണ് കിട്ടുക. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 pi I into 2 that is equal to 4 pi I എന്ന് എഴുതുന്നതിന് നിങ്ങൾക്ക് 3 മാർക്ക്. അതായത് ഇനി ബാലൻസ് ഇത്രയും എഴുതുന്നതിന് നിങ്ങൾക്ക് എത്ര കിട്ടും? 3 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ ഈ ക്വസ്റ്റ്യന് 7 മാർക്കാണ്. ഇത് 2022 ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2022 ഡിസംബർ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2, യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓവർ C e raised to 2z by z plus 1 all raised to 4 dz where C is a circle mod z equal to 2. നേരത്തെ ചെയ്ത പോലെ തന്നെ z plus 1 the whole raised to 4 equal to 0 എന്ന് കൊടുക്കുക. അപ്പൊ z plus 1 equal to 0 എന്ന് വരും.
z ഈക്വൽ ടു -1 വരും. നമ്മുടെ സർക്കിൾ എന്താണ്? മോഡ് z ഈക്വൽ ടു 2 ആണ്. അവിടെ നമ്മൾ സെറ്റിന് പകരം -1 കൊടുത്താൽ -1ന്റെ മോഡുലസ് 1 എന്ന് വരും, വിച്ച് ഇസ് ലെസ് ദാൻ 2. ഇത് ഇൻസൈഡ് സി ആണ് അല്ലെ, ഇൻസൈഡ് സി ആണ്. അപ്പൊ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. z ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ 2 ആണ് അല്ലെ, സോറി പോൾ ഓഫ് ഓർഡർ 4 ആണ്. പോൾ ഓഫ് ഓർഡർ 4. ഓക്കെ, ഈ പോൾ ഓഫ് ഓർഡർ 4 നിങ്ങൾ റെസിഡ്യൂ തിയറത്തിലാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. സിംഗുലാരിറ്റി ആണ്, അതിന്റെ പവർ 4 ആണ്, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ? നമ്മുടെ എഫ് ഓഫ് സെഡ് എഴുതാം. എഫ് ഓഫ് സെഡ് എന്താ വരുന്നത് നോക്കിക്കേ, ഇ റേസ് ടു 2z ആണ് അല്ലെ. ഈസ് അനലറ്റിക്, ഇത് ഡിഫറൻഷ്യബിൾ ആണ്, അനലറ്റിക് ഇൻ സി. ഇത്ര എഴുതാം. ഇനി നമ്മുടെ ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് എന്താണ് കിട്ടുക? എന്താണ് ഫോർമുല? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z minus z naught raised to n plus 1 dz is 2 pi I divided by n factorial f raised to n of z naught. ഓക്കെ, ഇത് 2 മാർക്കിന്റെ സാധനമാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് എഴുതി വെക്കുക ഈ ഒരു ഫോർമുല. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ദ ഹോൾ റേസ് ടു 4 dz is equal to 2 pi I by ഇവിടെ n plus 1 ആണ് 4, അപ്പൊ n എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും അല്ലെ. 3 ഫാക്ടോറിയൽ ഇൻറ്റു f ട്രിപ്പിൾ ഡാഷ് ഓഫ് z at -1. ശരിയല്ലേ? ഇനി ആ f of z നോക്കിയേ, f of z is e raised to 2z ആണ്. f dash of z എന്താ വരിക? ഇറ്റ് is 2 e raised to 2z എന്ന് കിട്ടും. f double dash of z എന്ന് വരും, 2 അവിടെ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. e raised to 2z ന്റെ ഡെറിവേറ്റീവ് again 2 e raised to 2z, അപ്പൊ 4 e raised to 2z എന്ന് വരും. ട്രിപ്പിൾ ഡാഷ് ആണ് നമുക്ക് വേണ്ടത്. ട്രിപ്പിൾ ഡാഷ് ഓഫ് z എന്താ കിട്ടുക? 4 into 2 8 e raised to 2z എന്ന് വരും അല്ലെ. ഇത്രയും വരും. ആൻഡ് f ട്രിപ്പിൾ ഡാഷ് ഓഫ് -1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ 8 into e raised to -2 എന്ന് കിട്ടും. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 pi I ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 into 8 e raised to -2. അപ്പൊ ഇവിടെ ഒരു 6ഉം 2ഉം കൂടെ കട്ട് ചെയ്തിട്ട് 3 എന്ന് വരും. Therefore ആൻസർ വരുന്നത് 8 pi I divided by 3 e raised to -2. 3 e raised to -2. മാർക്കിംഗ് ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനൊരു മാർക്ക്, ഈ ഫോർമുല അനലിറ്റിക് ആണെന്ന് എഴുതുന്നതിന് ഒരു മാർക്ക്, പിന്നെ ഈ ഇന്റഗ്രൽ ഫോർമുല എഴുതുന്നതിന് 2 മാർക്ക്. അപ്പോൾ ടോട്ടൽ 4 മാർക്കായി. ഇത് എഴുതിയാൽ 3 മാർക്ക്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ്? 7 മാർക്സിന്റെ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ഡിസംബർ 2022 ചോദ്യങ്ങളാണ്. ഇനി ഡിസംബർ 2021 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 2 ബൈ z മൈനസ് 3 ദ ഹോൾ സ്ക്വയർ dz where c is mod z equal to 4 using Cauchy's integral formula. ഓക്കെ, അവിടെ നമ്മൾ ഡിനോമിനേറ്റർ എടുക്കും. z മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പോൾ z ഈക്വൽ ടു 3 എന്ന് വരും. z ഈക്വൽ ടു 3 മോഡ് z ഈക്വൽ ടു 4ന്റെ അകത്താണ് അല്ലെ, ഇൻസൈഡ് ആണെന്ന് മനസ്സിലായി. ഇനി എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? z സ്ക്വയർ പ്ലസ് 2 ആണ്, പോളിനോമിയൽ ആണ്, അനലിറ്റിക് ആയിരിക്കും. അനലിറ്റിക് ഇൻ സി എന്ന് നമ്മൾ എഴുതും. ദെൻ ബൈ Cauchy's integral formula for derivatives എന്ത് എഴുതാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 dz is 2 pi I by n factorial fn of z naught. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ വാല്യൂസ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ z മൈനസ് 3 all square അല്ലെ, all square dz is 2 pi I ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടുത്തെ n എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലെ, 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് z നോട്ട്. z നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ് അല്ലെ. നമ്മുടെ എഫ് ഓഫ് സെഡ് എന്താ നോക്കിക്കേ, എഫ് ഓഫ് സെഡ് ഇസ് z സ്ക്വയർ പ്ലസ് 2. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് ഇറ്റ് ഇസ് 2z. ഇനി എഫ് ഡാഷ് ഓഫ് 3 ഇറ്റ് ഇസ് 6 എന്ന് കിട്ടും അല്ലെ. അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 2 pi I ഇൻറ്റു 6 എന്താ ആൻസർ വരിക? 12 pi I എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ഇതും 7 മാർക്കിന്റെ ചോദ്യമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
ഇതും 2021 ഡിസംബറിൽ ചോദിച്ച 7 മാർക്കിന്റെ ചോദ്യമാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ബൈ z minus 1 into z minus 4 dz where c is mod z equal to 2 using Cauchy's integral formula. Again denominator z minus 1 into z minus 4 equal to 0 എന്ന് കൊടുക്കാം. നമുക്ക് z equal to 1 എന്നും z equal to 4 എന്നും കിട്ടും. ശരിയല്ലേ? z equal to 1 and z equal to 4. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് mod z is equal to 2 ആണ്. അവിടെ z equal to 1 മോഡുലസിന്റെ അകത്താ വരിക അല്ലെ? മോഡുലസ് which is less than 2 ഇത് ഇൻസൈഡ് വരും. ഇത് ഇൻസൈഡ് വരും. പക്ഷെ z equal to 4 മോഡുലസ് 4 എടുത്തു കഴിഞ്ഞാൽ അന്ന് കിട്ടും 4 എന്ന് കിട്ടും which is greater than 2. ഇത് ഔട്ട്സൈഡ് ആണ്. അപ്പൊ ഇൻസൈഡ് പോയിന്റ് ആണ് നമ്മൾ സിംഗുലാരിറ്റി ആയിട്ട് എടുക്കേണ്ടത്. ഔട്ട്സൈഡ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഏതിന്റെ കൂടെ എടുക്കുക? എഫ് ഓഫ് സെഡിന്റെ കൂടെ എടുക്കുക. therefore നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് സെഡിനെ നിങ്ങൾ മോഡിഫൈ ചെയ്ത് എഴുതണം. ഇ റേസ് ടു സെഡ് മാത്രം എഴുതിയാൽ പോരാ. സിംഗുലാരിറ്റി ആയിട്ടുള്ള z minus 1 അല്ലാതെ ബാക്കി വരുന്നതൊക്കെ നിങ്ങൾ എഫ് ഓഫ് സെഡ് ആക്കി എഴുതിക്കൊള്ളണം. അപ്പൊ z minus 4 ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, ഈസ് അനലിറ്റിക്. ഇത് അനലിറ്റിക് ആണ്. അനലിറ്റിക് ഇൻ സി. സിയിൽ ഈ സാധനം അനലിറ്റിക് ആണ് ബൈ Cauchy's ഇന്റഗ്രൽ ഫോർമുല. ഇവിടെ സിംഗുലാരിറ്റി അതിന്റെ പവർ 1 ആണ്. അപ്പൊ Cauchy's ഇന്റഗ്രൽ ഫോർമുല മതി. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ z minus z naught dz is 2 pi i into f of z naught. ശരിയല്ലേ? ഇനി ഡയറക്റ്റ് നമുക്ക് എഴുതാം. ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ബൈ ഫംഗ്ഷൻ സെഡ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മൊത്തത്തിൽ മുകളിൽ എഴുതണം z minus 4. ഇതാണ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z minus 1 dz. That is equal to 2 pi i into f of z naught. ഇവിടെ ഇൻസൈഡ് 1 ആണ് അല്ലെ? ഇത്ര എഴുതാം. That is this is equal to 2 pi i into f ന്റെ വാല്യൂ 1 കൊടുക്കുക. ഇക്ക് പകരം 1 z ന് പകരം 1 കൊടുക്കുക. e raised to 1 by 1 minus 4. എന്താ ആൻസർ വരും? 2 pi i e by minus 3. അപ്പോൾ മൈനസ് മുകളിൽ കൊടുക്കുക നമുക്ക്. ഇതായിരിക്കും ആൻസർ. എഗെയിൻ ഇതും 7 മാർക്കിന്റെ ചോദ്യമാണ്. 2021 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 4ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്ത. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഈ 3z square plus 7 by z plus 1 dz over mod z is equal to 1.5 and mod z plus 1 is equal to 1. രണ്ടെണ്ണമായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ mod z equal to 1.5 നമുക്ക് ചെയ്യാം. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുക. z plus 1 equal to 0 കൊടുത്തു കഴിഞ്ഞാൽ z equal to -1 വരും. ആ -1 ഇവിടെ മോഡുലസ് z പകരം കൊടുത്താൽ ഇറ്റ് ഇസ് 1 which is less than 1.5. ഇത് ഇൻസൈഡ് ആണ് അല്ലെ? ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് Cauchy's ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം. എഫ് ഓഫ് സെഡ് കൂടെ ഒന്ന് എഴുതിക്കോളൂ. 3z square plus 7z അല്ലെ ബൈ Cauchy's ഇന്റഗ്രൽ ഫോർമുല. ഇത് അനലിറ്റിക് നമുക്ക് എഴുതാട്ടോ. പക്ഷെ ഇതിന് അനലിറ്റിക് എഴുതുന്നതിന് മാർക്കില്ല. Cauchy's ഇന്റഗ്രൽ ഫോർമുല എന്ത് എഴുതാം നമുക്ക്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ z minus z naught dz equal to 2 pi i into f of z naught. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കാം. ഇന്റഗ്രൽ ഓവർ സി 3z square plus 7z divided by z plus 1 dz that is equal to 2 pi i into f of minus 1. That is equal to 2 pi i into f of z എന്താ? ഇതാണ്. അപ്പോൾ 3 into minus 1 square plus 7 into minus 1 കൊടുക്കുക. That is 2 pi i into 3 minus 7 അല്ലെ? 3 ഇവിടെ 3 വരും, ഇവിടെ -7 ഉണ്ടാവും. That is -4. അതായത് -8 pi i എന്ന് വരും. -8 pi i. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഈ ക്വസ്റ്റ്യന്റെ പകുതിയാണ്. ഇനി ഇതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അല്ലെ? ബി ഉണ്ട്, ബി പാർട്ട് ഉണ്ട്. ആ ബി പാർട്ട് നോക്കിയേ. ബിക്കകത്ത് മോഡ് z പ്ലസ് ഐ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ z ഈക്വൽ ടു -1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് -1 പ്ലസ് ഐ എന്ന് കിട്ടും. ദാറ്റ് ഇസ് അതെങ്ങനെ എടുക്കേണ്ടി വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ. ഈ -1ന്റെ സ്ക്വയർ പ്ലസ് ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 1ന്റെ സ്ക്വയർ. അത് റൂട്ട് 2 എന്നാ കിട്ടുക അല്ലെ? റൂട്ട് 2 ഈസ് ലെസ് ഗ്രേറ്റർ ദാൻ 1. റൂട്ട് 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. റൂട്ട് 2 എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ദർഫോർ ഇത് ഔട്ട്സൈഡ് ആണെന്ന് പറയാം അല്ലെ? ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് ഔട്ട്സൈഡ് ആണെന്ന് പറയാം. ഇൻസൈഡ് ആണെന്ന് പറയില്ല, ഔട്ട്സൈഡ് ആണെന്ന് പറയാം. ദർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 3z square plus 7z. ഇവിടെ സിംഗുലാരിറ്റി ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ? പ്ലസ് 1 ഈസ് അനലിറ്റിക്. അനലിറ്റിക് ഇൻ സി. സിയിൽ അനലിറ്റിക് ആണ്. ദർഫോർ ബൈ Cauchy's ഇന്റഗ്രൽ തിയറം. ഓക്കെ, ഫോർമുല ഇല്ല, തിയറം. എന്തെഴുതാം?
ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. Therefore നമ്മുടെ ആൻസർ ഇന്റഗ്രൽ 3z² പ്ലസ് 7z ഡിവൈഡഡ് ബൈ z പ്ലസ് 1 dz ഈസ് 0 എന്ന് കിട്ടും. ബി എന്ന് പറയുന്ന കേസിൽ അതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സീരീസിന്റെ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, അതായത് വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനൽ, വാട്സപ്പ് ചാനൽ, ഇതിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.